നമുക്കൊരു ഷോർട്ട് വീഡിയോയും നോർമൽ വീഡിയോയും എങ്ങനെ നല്ല രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്ന് നോക്കാം. ഈ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് 3 മാസത്തിനുള്ളിൽ തന്നെ 1000 സബും 4000 വാച്ച് കവറും നേടി ഒരു യൂട്യൂബ് പാർട്ട്ണറായി മോണിറ്റൈസേഷൻ കിട്ടി. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. മൊബൈൽ ഫോണിൽ ഉള്ള യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോയാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 9.16 എന്ന ക്യാൻവാസിൽ വീഡിയോ 15 അതിൽ കൂടുതലോ സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആയിരിക്കണം. ഷോർട്ട് വീഡിയോയ്ക്ക് എപ്പോഴും 59 സെക്കൻഡിൽ താഴെയുള്ള വീഡിയോ ഫോണിൽ സെറ്റ് ചെയ്ത് വയ്ക്കണം. ഞാൻ ഈ ഫോണിൽ ഒരു 10 സെക്കൻഡ് ടെസ്റ്റിങ്ങിനായിട്ട് 10 സെക്കൻഡ് വീഡിയോ ആണ് ഇവിടെ വെച്ചേക്കുന്നത്, വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ പുതിയൊരു പേജ് വന്നു. അതിൽ ആഡ് ഡീറ്റെയിൽസ് എന്ന് കാണാം. തൊട്ട് താഴെ ആയിട്ട് അപ്ലോഡ് ഷോർട്ട് എന്നും ഉണ്ട്. അങ്ങനെ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോയുടെ ടൈറ്റിൽ എഴുതി വയ്ക്കുക. എന്തിനെക്കുറിച്ചാണോ വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് കുറച്ച് കീവേഡ്സിൽ ടൈറ്റിൽ എഴുതുക. ഞാനൊരു ഡ്രാഗൺ ഫ്ലവറിൻ്റെ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ ഡ്രാഗൺ ഫ്ലവേഴ്സ് എന്ന് എഴുതി വയ്ക്കുന്നു. ഡ്രാഗൺ. എന്നിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നമ്മൾ ഹാഷ് കൊടുത്തു വീഡിയോ ഷോർട്ട് എന്ന് എഴുതി വീണ്ടും ഹാഷ് കൊടുത്തു. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ കുറഞ്ഞ വേഡ്സിലാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. കൂടുതൽ വേഡ്സുകൾ കൂടിക്കഴിഞ്ഞാൽ അപ്ലോഡ് ബട്ടൺ മാഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വീണ്ടും വേഡ്സുകൾ കുറച്ച് കൊടുക്കുക. ഞാനിവിടെ ഡ്രാഗൺ ഫ്ലവേഴ്സ്, വീഡിയോ ഷോർട്ട്, ഷോർട്ട് വീഡിയോ, യൂട്യൂബർ ഷോർട്ട്, വൈറൽ, ട്രെൻഡിങ് എന്നെല്ലാം ടൈപ്പ് ചെയ്തു. ഇനി അടുത്തതായി നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പബ്ലിക് എന്നൊരു ബട്ടണുണ്ട്. ആ പബ്ലിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ്, പ്രൈവറ്റ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കണം. അൺലിസ്റ്റഡിന് താഴെയായിട്ട് സെലക്ട് ആഡിയൻസ് എന്ന് കാണാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിക്ക് ചെയ്ത് ഇവിടെ 2 ഓപ്ഷൻ കാണാം. യെസ് ഇറ്റ് മെയ്ഡ് ഫോർ കിഡ്സ്, നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്. നമ്മൾ ഇറ്റ് മെയ്ഡ് ഫോർ കിഡ്സിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ കുറേ തടസ്സങ്ങളുണ്ടാവും. കമൻറ്റ് വരില്ല, അഡ്വർടൈസിംഗ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഗൈഡിന് വേണ്ടി ടാർഗറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ അത് പിന്നീട് പ്രശ്നങ്ങളാണ്. ടെക് വീഡിയോയോ നോർമൽ വീഡിയോയോ ആണെങ്കിൽ നോ ഇറ്റ് മെയ്ഡ് ഫോർ കിഡ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. താഴെയായിട്ട് ഏജ് ഡിസ്റ്റിങ്ഷൻ എന്ന ഒരു കോളം കാണാം. നിങ്ങളുടെ കണ്ടൻറ്റ് 18+ വേണ്ടിയിട്ടുള്ള ഇത് ആണെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുക. നമുക്കിവിടെ നോ ഡോണ്ട് ഡിസ്ട്രിക്ട് മൈ വീഡിയോ വ്യൂസ് എന്ന് ഉണ്ട്. നമ്മൾ അലോ വീഡിയോ ആൻഡ് ആഡിയോ മിക്സ് കൊടുക്കുക. നമുക്ക് യൂട്യൂബിൽ അലോ വീഡിയോ ആൻഡ് ആഡിയോ മിക്സ് ഇതിൽ തന്നെയാണ് അത് കിടക്കുന്നത്. അതിന് താഴെയായി കമൻറ്റ് നമുക്ക് വേണമോ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഓഫായി കിടക്കുകയാണ്. കമൻറ്റ് നമുക്ക് ഓൺ ആക്കണം. ഓൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു വീണ്ടും എക്സിറ്റ് ചെയ്തു. ചെയ്യാനുള്ളത് താഴെയുള്ള അപ്ലോഡ് ഷോർട്ട്, ഈ ഷോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് കാണാം. ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അപ്ലോഡിങ് നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഞാൻ ചെറിയ വീഡിയോ ആണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡിങ് ആയിക്കോളും. ഈ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ അപ്ലോഡിങ് നടക്കുകയാണ്. സെൻറ്ററിൽ കാണാൻ കഴിയും. പ്രോസസ്സിംഗ് വിൽ ബിഗിൻ ഷോർട്ട്ലി. പ്രോസസ്സിംഗ് അപ് ടു HD 11 മിനിറ്റ് ലെഫ്റ്റ്. അടുത്തത് അവർ യൂട്യൂബ് ചെക്ക് ചെയ്തു എന്നുള്ളതാണ്, ചെക്കിംഗ് എന്ന് കാണിക്കുന്നു. വീണ്ടും പ്രോസസ്സ് അപ് ടു HD. വീഡിയോയുടെ ദൈർഘ്യമനുസരിച്ച് കുറച്ച് സമയമെടുക്കും, വെയിറ്റ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ആ വീഡിയോയിൽ മാർക്ക് കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ വീഡിയോയ്ക്ക് നേരെ
വല സൈഡ് കാണുന്ന ഒരു 3 ഡോട്ട് കാണാം, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ എഡിറ്റ്, പ്ലേ വീഡിയോ, സേവ് ടു ഡിവൈസ്, ഡിലേറ്റ് എന്ന് 4 ഓപ്ഷൻ കാണാം. നമ്മൾ എഡിറ്റ് ചെയ്യാനാണ് പോകുന്നത്, അതുകൊണ്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നു. എന്നിട്ട് അതിന് താഴെയായിട്ട് നമ്മൾ നേരത്തെ ടൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ ആഡ് ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ആയതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ നമുക്കതിനുള്ള വിവരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം #, കൊടുത്ത് വീഡിയോ ഷോർട്ട്, അതിന് തൊട്ട് താഴെ ഷോർട്ട് വീഡിയോ, അതിന് തൊട്ട് താഴെ യൂട്യൂബ് ഷോർട്ട് എന്ന് 2-3 പ്രാവശ്യം വേർഡുകൾ എഴുതി നമ്മൾ താഴെയുള്ള എക്സിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് വീണ്ടും അത് വന്നു. അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ആയിട്ടുണ്ട്. താഴെ റിലേറ്റഡ് വീഡിയോ ആണ് കൊടുത്തേക്കുന്നത്. അത് റിലേറ്റ് ആയിട്ടുള്ള വീഡിയോ ഏതാണെന്ന് ഇതിൽ തെളിഞ്ഞു വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്ക് നമ്മുടെ കണ്ടൻറ്റ് കാണാൻ കഴിയും. അടുത്തത് ആഡ് ടു പ്ലേ ലിസ്റ്റ്. ഇത് പ്ലേ ലിസ്റ്റിൽ ചെയ്യാനുള്ളതാണ്. തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. ടാഗ് ഷോർട്ട് റിമിക്സിങ് എന്ന കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആഡ് ടാഗ് എന്ന് വന്നു. നമ്മളിവിടെ ആഡ് ടാഗ് കൊടുക്കാനുള്ളതാണ്. ഞാൻ ആഡ് ടാഗ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ കേരള എന്നെഴുതി. എന്നിട്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വന്നു. ആഡ് ടാഗിൽ നമ്മൾ ടൈറ്റിൽ എഴുതിയ വിവരണങ്ങളും വീഡിയോയുടെ വിവരണം ചെറിയ വേഡ്സുകളായി കൊടുക്കാം. ഞാനിവിടെ ഡ്രാഗൺ ഫ്ലവർ എന്ന് കൊടുക്കുന്നു. ഹലോ വീഡിയോ ആൻഡ് ആഡിയോ റിമിക്സ് അത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി പീപ്പിൾ ആൻഡ് ബ്ലോഗ്. അത് ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണോ അതനുസരിച്ച് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാർ ആൻഡ് വെഹിക്കിളുണ്ട്, കോമഡി ഉണ്ട്, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഫിനാൻസ് ആൻഡ് അനിമേഷൻ ഉണ്ട്. നമുക്കുള്ള വീഡിയോ അനുസരിച്ച് ഇപ്പോൾ കോമഡി ആണെങ്കിൽ കോമഡി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അല്ലാതെ പൊതുവായിട്ടുള്ളതാണെങ്കിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ് എന്ന്. ഇവിടെ കമൻറ്റ് നേരത്തെ ഓണാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഏറ്റവും താഴെയായിട്ട് അലോ എംബറിങ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ടിക്കിലാണ് കിടക്കുന്നത്. അത് നമ്മൾ മാറ്റണം. നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് വാട്സപ്പിലോ മറ്റോ ഇൻസ്റ്റഗ്രാമിലോ കൊടുക്കുന്ന സമയത്ത് അവർ കാണുമ്പോൾ നമുക്കതിൻ്റെ വ്യൂവേഴ്സ് നമ്മുടെ യൂട്യൂബിൽ കിട്ടും. അത് ടിക്കായി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് വാട്സപ്പിൽ കൂടെ കാണുന്നവർക്ക് നിന്ന് നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ടാണ് അലോ എംബറിങ് എന്നുള്ള ബട്ടൺ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം സെറ്റിങ്സ് എല്ലാം ശരിയായി. ഇനി നമുക്ക് എക്സിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മുകളിലായി സേവ് എന്നുള്ളൊരു ഇത് കാണാം, എഡിറ്റ് വീഡിയോ സേവ്. അപ്പോൾ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായി നേരത്തെ ഇവിടെ എല്ലാം ചെക്ക് ചെയ്യുക. നമ്മൾ ചെയ്തതൊക്കെ ശരിയാണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലാസ്റ്റിൽ അൺലിസ്റ്റഡ് ആക്കിയാണ് വെച്ചേക്കുന്നത്. ഈ അൺലിസ്റ്റഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫോണിൽ സൈറ്റിലേക്ക് പോകത്തില്ല വീഡിയോ. അതുകൊണ്ട് നമ്മൾ അൺലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ 3 കാണാം, പബ്ലിക്, പ്രൈവറ്റ്, അൺലിസ്റ്റ്. നമ്മളിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാണ് വീഡിയോ. അതുകൊണ്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പബ്ലിക്കിൽ നിന്നാക്കി വീണ്ടും എക്സിറ്റ് ചെയ്തു. സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ പബ്ലിഷായി. ഇതായിപ്പോൾ പബ്ലിഷാവാൻ പോവുകയാണ്. എഡിറ്റ് സേവ്ഡ്. ഇനി നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഷോർട്ട് വീഡിയോയിൽ ചെയ്തിരുന്നത് പോലെ തന്നെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ, 1 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്തെടുത്തു. അടുത്തതായി ടൈറ്റിലാണ്. ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ടൈറ്റിൽ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യം. ഞാൻ ഒരു ഹൗസ് ഗാർഡനാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഹൗസ് എന്ന്
ടൈപ്പ് ചെയ്ത് കൊടുത്തു. മലയാളത്തിലും ഇംഗ്ലീഷിലും വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഉദാഹരണത്തിന് ഹൗസ് ഗാർഡൻ എന്ന് കൊടുത്തു. രണ്ടാമതായിട്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ആഡ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചെയ്യാനുള്ള വീഡിയോയുടെ വിവരങ്ങൾ അതിൽ എഴുതി വയ്ക്കുക. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. അതിന് താഴെ ഹാഷ് കൊടുത്ത് ഷോർട്ട് വീഡിയോ ചെയ്തിരുന്ന പോലെ വീഡിയോ ഷോർട്ട്, യൂട്യൂബ് ഷോർട്ട് എന്നല്ല എഴുതാനുള്ളത്. വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാഷ്ടാഗിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഹാഷ് കൊടുത്ത് ഹൗസ് ഗാർഡൻ എന്ന് അടിച്ചു വെച്ചു. രണ്ടാമതായിട്ട് വീണ്ടും ടാഗ് കൊടുത്തു. സസ്യങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണ് പൂക്കൾ അതൊക്കെ അതിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു 5-6 ടാഗ് കൊടുത്ത് വയ്ക്കാം. താഴെ നമ്മൾ താങ്ക് യു ഫോർ മോർ വാച്ചിങ്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. അതെല്ലാം പൂർത്തിയാക്കി വെച്ചതിന് ശേഷം എക്സിറ്റ് കൊടുത്ത് വീണ്ടും പഴയതുപോലെ കൊണ്ടുവരാം. ഇവിടെ വീഡിയോ അൺലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആഡിറ്റ് പ്ലേ ലിസ്റ്റ്. ഈ പ്ലേ ലിസ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഉണ്ടാക്കി വയ്ക്കാം. ഹലോ വീഡിയോ ആൻഡ് ആഡിയോ മിക്സ് ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ഓണാണോ ഓഫാണോ എന്ന് നോക്കി കമൻറ്റ് ഓണാക്കി വയ്ക്കുക. എന്നിട്ട് വീണ്ടും എക്സിറ്റ് ചെയ്യുക. ഇവിടെയും കമൻറ്റ് ഓഫിലാണ് ഇരിക്കുന്നത്. അത് കമൻറ്റ് നമ്മൾ ഓണാക്കുക. എന്നിട്ട് വീണ്ടും എക്സിറ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ മുകളിലുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അവിടെയും നോ ഇറ്റ് മെയ്ഡ് എ കൈറ്റ്സ്, നോ ഇറ്റ്സ് മെയ്ഡ് നോട്ട് മെയ്ഡ് ഫോർ ഗൈഡ്, നോ ഇറ്റ് നോട്ട് മെയ്ഡ് ഫോർ ഗൈഡ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏജ് ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തംബ്നെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ